എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കവറൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ. അപ്പോൾ വേസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ക്രാഫ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണേ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഒന്ന് മടക്കുക, പിന്നെ കൈവച്ചൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ചുളിവൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ വരയ്ക്കാതെ തന്നെ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും മതി. ഞാനിപ്പോൾ കുറച്ചിങ്ങനെ വരച്ചിട്ട് എല്ലാം തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിച്ച് കുറച്ചധികം പെറ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മടക്കിയത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കൂടുതലുണ്ട്, ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു പെറ്റലെടുത്തിട്ട് ഇത് അടിഭാഗം ഒന്നിങ്ങനെ കൈ വെച്ച് തന്നെ ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഒരെണ്ണം കറക്റ്റായിട്ട് കിട്ടിയില്ലേ. ഇതുപോലെ ഞാൻ കുറച്ചുകൂടെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, അടിഭാഗം ഒന്ന് ജസ്റ്റ് പിരിച്ചു കൊടുക്കുക, ആ കവറൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ചുളിവ് പോലെയും വരും. അടിഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ ഒരു നല്ല ഇതള് പോലെ കിട്ടും. നമുക്ക് എത്ര ഫ്ലവർ ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത എല്ലാത്തിനും ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് നിങ്ങൾക്ക് കാണിച്ചിരിക്കാൻ വേണ്ടി മാത്രം. ഇനി കുറച്ച് പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത്. പഞ്ഞിയില്ലെങ്കിൽ കോട്ടൻ്റെ തുണി ആയാലും മതി, കുറച്ച് തുണിയുടെ പീസ് എടുത്താൽ മതി. എന്നിട്ട് ഇപ്പം ഞാൻ ഇതുപോലെ പഞ്ഞി എടുത്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ള കവർ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമ്പിയുടെ പീസ് തുമ്പൊന്ന് വളച്ചിട്ട് ഈ പഞ്ഞി ഇതേപോലെ ഒന്ന് ഒരു ബോൾ പോലെ പിടിച്ചിട്ട് ഈ കവറിൻ്റെ പീസ് വെച്ചൊന്ന് കവർ ചെയ്യാം കേട്ടോ. കവറിൻ്റെ പീസ് ഇതുപോലത്തെ ഇല്ലെങ്കിൽ വെള്ള തുണി എടുത്താലും മതി. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നൂല് വെച്ചൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടൈറ്റായ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെറ്റൽസ് ഉണ്ടല്ലോ, അതും നമുക്ക് ഇതിൻ്റെ ചുറ്റിനും വെച്ചിട്ട് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഓരോ പെറ്റലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നൂലുകൊണ്ടൊന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അടുത്ത പെറ്റൽ വയ്ക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പല പല കളേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് കളേഴ്സൊക്കെ നമുക്ക് കിട്ടുമല്ലോ കവർ, അപ്പോൾ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഫ്ലവർ ഇതേപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടിയിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം സെറ്റാക്കി എടുക്കാം. കണ്ടോ, ഇതേപോലെ ഇപ്പം നല്ലൊരു പൂവായില്ലേ. ഇനി ഇതിന് അങ്ങനെ പൂമുട്ട് പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞി ഒരു കവറിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ എടുത്തു. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ടേപ്പ് ഇതേപോലെ ചുറ്റി കൊടുത്തു. ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ പരിപാടി. എത്ര കൂടുതൽ ഉണ്ടാക്കുന്നോ അത്ര ഭംഗിയായിരിക്കും. പിന്നെ ലീഫ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ലീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ കാണിക്കുന്നതല്ലേ, അതുകൊണ്ടാട്ടോ കാണിക്കാത്ത. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒറിജിനൽ ഉണങ്ങിയിട്ടുള്ള ഇല എടുത്തിട്ട് കളർ ചെയ്താലും മതി, നല്ല ഭംഗിയിൽ നിന്നോളും. ഒട്ടും തന്നെ കേടാവില്ല കേട്ടോ. 2 വർഷമായിട്ടുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കുകയേ വേണ്ടൂ. സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് കേട്ടോ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള. താല്പര്യമില്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പല പല കളേഴ്സിൽ ചെയ്തിട്ട് ഒന്നിച്ച് ഉണ്ടാക്കി ടേബിളിലൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് തരാനും അതുപോലെ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും, പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്